തീർച്ചയായിട്ടും സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. വേദിയിലേക്ക് എത്തുന്നു ബാലു പുറമണ്ണൂർ. നമസ്കാരം. നമസ്കാരം. അപ്പൊ പുറമണ്ണൂരുകാരൻ എന്താണ് ഇന്ന് കോമഡി മസാലയ്ക്ക് കൊണ്ടുവന്നിരിക്കുന്നത്? ഞാൻ സ്റ്റാർ വോയിസ് ചെയ്യാറുണ്ട്, എന്നാലും കൂടുതലായിട്ട് ഞാൻ കലോത്സവ വേദികളിലൊക്കെ ചെയ്തിരുന്ന കുറച്ച് ഐറ്റമുണ്ട്, കുറച്ച് നാച്ചുറൽ ആയിട്ട് കുറച്ച് വോയിസ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ശബ്ദങ്ങളിലേക്ക് നമുക്ക് കടന്നു. ശരി ശരി. അപ്പോൾ നമ്മളെന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ പലതരത്തിലുള്ള പക്ഷികളുടെ ശബ്ദങ്ങൾ നമ്മളൊന്ന് കേൾക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് ശബ്ദങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നില്ല. ഓക്കെ. ഇവിടെ ഏറ്റവും അവസാനം കറിഞ്ഞത് കാക്കയാണ്. ഈ കാക്ക മരത്തിന്റെ കൊമ്പത്തിരുന്ന് നോക്കുന്നത് നമ്മുടെ മുറ്റത്തിരിക്കുന്ന കോഴിക്കുഞ്ഞിനാണ്. ഈ സമയത്ത് കോഴിക്കുഞ്ഞ് വളരെ പതുക്കൊരു ഓട്ടമുണ്ട്. ഇനി നമ്മളെ വീട്ടിൽ നമ്മൾ കോഴീനെ മാത്രമല്ല വളർത്താറുണ്ട്, നമ്മൾ ആടിനെ വളർത്താറുണ്ട്, നായനെ വളർത്താറുണ്ട്. ഒരു സാധാരണ വീട്ടിലെ നായും അതുപോലെ തന്നെ ഒരു പണക്കാരന്റെ വീട്ടിലെ നായും ഒരുപാട് വ്യത്യാസമുണ്ട്. അതൊരു സാധാരണ വീട്ടിലെ നായാണെങ്കിൽ നമ്മള് അതിനടുത്തോട്ട് ചെല്ലുന്ന സമയത്ത് അത് കഴിഞ്ഞ് അടുത്തോട്ട് ചെന്ന് കഴിഞ്ഞാല് ഇത് ഇങ്ങനെയുള്ള നായയുടെ ശബ്ദമൊക്കെ നമ്മൾ എല്ലാവരും കേട്ടതാണ്. പക്ഷെ അന്തരിച്ചു പോയിട്ടുള്ള മൈക്കിൾ ജാക്സന്റെ വീട്ടിലെ നായയാണ് കുരക്കുന്നെങ്കിൽ അതിലൊരു വ്യത്യാസമുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കേൾപ്പിക്കാം. പട്ടിയപ്പോ പറയും ഡേഞ്ചറസ് അല്ലേ. ഇനി എന്റെ നാട്ടിലൊരു ബാർബർ ഷോപ്പ് ഉണ്ട്. അലീക്ക കാണുകയാണെങ്കിൽ ചിലപ്പോ ഈ താടി വളർത്തിക്കൊണ്ട് നടക്കുന്നത്. ഇല്ല, താടി നന്നായിട്ടുണ്ട്. അപ്പൊ അലീക്കാണ് ഇത് വെട്ടി റെഡിയാക്കി തരുന്നത്. അലീക്ക അത് വെട്ടാൻ കൊടുത്തിട്ടില്ല. അലീക്ക പറഞ്ഞത് സൂപ്പറാണെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ശരി, ഓക്കെ. അപ്പൊ അലീഖാന്റെ അടുത്ത് മുടി വെട്ടാൻ ചെല്ലുന്ന സമയത്ത് ആള് കത്രിക എടുത്തിട്ട് പ്രത്യേക ശബ്ദം ഉണ്ടാക്കും. അപ്പൊ ഒന്ന് കുനിഞ്ഞിരിക്കടാ. അങ്ങനെ കത്രിക കൊണ്ട് മുറിക്കുന്ന ശബ്ദം. ഇനി ഈ കത്രിക കൊണ്ട് തന്നെ തുണി കട്ട് ചെയ്യുമ്പോൾ ശബ്ദത്തിൽ വ്യത്യാസമാണ്. തുണി കട്ട് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ശബ്ദമുണ്ട്. ഇനി നമുക്കൊരു ഉത്സവം, ഒരു ജനുവരി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉത്സവങ്ങളുടെ കാലമാണ്. എല്ലാ മിമിക്രിക്കാരും വേദിയിൽ നിന്ന് വേദിയിലേക്ക് പാറി നടക്കുന്ന സമയമാണ്. അപ്പോൾ ഉത്സവ പറമ്പിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു കുടുംബമൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് അവിടെ കുട്ടികൾ വാശി പിടിക്കും, ബലൂൺ കാണുമ്പോഴും അതുപോലെ തന്നെ ടോയ് കാർ കാണുമ്പോഴും. അപ്പോൾ നമ്മളൊരു ടോയ് കാറൊക്കെ വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ നേരെ കയ്യിലെടുത്തിട്ട് ഒന്ന് നോക്കുന്നിട്ട് ചിരിക്കും. എന്നിട്ട് തറയിലിട്ടിട്ടൊന്ന് കുഴപ്പമില്ല. ഇനി അത് വീണ്ടും ഒന്ന് നോക്കിയതിന് ശേഷം ഒരക്കലും വിടില്ല കേട്ടോ. പിന്നെ നോക്കുമ്പോ അതിന്റെ പണി പോവും. നീ കുറച്ച് സ്റ്റാർ ചെയ്താ പോരെ? സ്റ്റാർസ്. ഓക്കെ. അപ്പൊ നമ്മള് ബാക്കിയുള്ള ശബ്ദാനുകരണങ്ങളൊക്കെ കഴിഞ്ഞ ഇനി ആളുകളെ ഒന്ന് സ്റ്റാർസിനെ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യാൻ പോവാണ്. ദുൽഖർ സൽമാന്റെ ശബ്ദം. ഓക്കെ, ദുൽഖർ സൽമാന്റെ ശബ്ദമാണ് ആദ്യമായിട്ട് ഇമിറ്റേറ്റ് ചെയ്യാൻ പോകുന്നത്. ഹലോ, നിങ്ങളിപ്പോ താമസിക്കണ മുറിയിൽ പണ്ട് താമസിക്കുന്ന പാവൻ അവളൊന്ന് ബേജാറാവില്ലെന്ന് അവളൊന്ന് കളറാക്കാൻ വേണ്ടി പറഞ്ഞാല് ഞാനാ പണ്ട് അവിടെ താമസിക്കുന്നത്. ഇപ്പൊ ശരിക്കും എവിടെയെന്ന് ചോദിച്ചാൽ എനിക്ക് എന്നെ ഉൾപ്പെടുത്തുള്ളൂ. ഈ കാലം എന്നെ കൊണ്ട് ഇങ്ങനെ പോവുക. ഇനി ടെസക്ക് ഞാൻ തന്നെ അത് എടുത്തു വന്ന് മാറ്റണമെന്ന് ഒന്ന് കാത്തിരിക്കേണ്ടി വരും. ഇനി നമ്മുടെ സുരേഷ് കൃഷ്ണ.
നിങ്ങൾ എന്തിനാണ് അച്ഛാ പേടിക്കുന്നത്? നമ്മുടെ കയ്യിൽ ഇത്രയും വലിയൊരു പവർ ഓഫ് അറ്റോൺ ഉള്ളിടത്തോളം കാലം ഗുലാൻ എന്ന് പറയുന്ന ഒരു പേര് കൊണ്ടൊന്നും നമുക്കെതിരെ കളിക്കാൻ ആവില്ല. അച്ഛനൊന്ന് പേടിക്കാതിരിക്കുക, ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. മേനോൻ സാർ നാട്ടിൽ വരാഞ്ഞാൽ പോരെ. വെരി ഗുഡ്, അടിപൊളി. നമുക്ക് അവരോടും കൂടെ അഭിപ്രായം ചോദിക്കാം. ബിനു ചേട്ടാ, പ്രകൃതിയിലെ എല്ലാ ഭംഗികളും ഉള്ള നമ്മൾ എന്നും നേരം വെളുത്ത് കാണുന്ന ഗ്രാമത്തിൽ കാണുന്ന എല്ലാവിധ പക്ഷി മൃഗാദികളെയും അദ്ദേഹം വളരെ മനോഹരമായിട്ട് ഇമിറ്റേറ്റ് ചെയ്തു. അടിപൊളിയായിരുന്നു. ഇല്ല ചേട്ടാ, അടിപൊളിയായിരുന്നു. പിന്നെ അദ്ദേഹം വരുമ്പോൾ നമ്മളിതൊന്നും പ്രതീക്ഷിക്കത്തില്ല. ഒരു അലസഭാവമാണ്. ഒരു അത്ര സീരിയസ് അല്ലാതെ സിമ്പിളായിട്ട് വന്നിട്ട് നമ്മളെ ഞെട്ടിക്കുന്ന ഒരു പ്രകടനമാണ് ചെയ്തത്. ആൾ ദ ബെസ്റ്റ്. പുറമണ്ണൂർ എന്ന് പറയുന്ന ഗ്രാമം ഇനി നിങ്ങളിലൂടെ പേര് ബാലുവിലൂടെ അറിയപ്പെടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഓക്കെ ബാലു, അപ്പൊ കൂടുതൽ മികച്ച പെർഫോമൻസുകളായിട്ട് ഇനി ഒരുപാട് വേദികളിൽ കയറി ഇറങ്ങാൻ കഴിയട്ടെ. ഓൾ ദി ബെസ്റ്റ്. Okay, thank you. താങ്ക് യു.